ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ബീഫ് വൃത്തിയായി കഴുകി കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, കൊച്ചുള്ളി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഇത് അരമണിക്കൂർ വെച്ച ശേഷം നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. വെന്ത ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കാം. ഇനി കുറച്ച് നേരം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അടുപ്പത്ത് തന്നെ വയ്ക്കാം. ഇപ്പം നല്ല ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.